ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30-ന് ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൗത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. राडार, सैटेलाइट, ड्रोन, सेंसर और रोबोटिक्स जैसे अनेक सिस्टम्स आज के युद्ध में डिप्लॉय हैं, जिनमें न तो फाइटर का पता चलता है न उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेज में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശ്ശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30-ന് ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക,
ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.